Accountancy Chapter 1 Solution Question number 23. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അതിനുശേഷം കറൻറ്റ് ഇയർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതെന്നുള്ളത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 1st January 2015 to 31st December 2015. വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ ഐറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്സ്, ഫർണിച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? സബ്സ്ക്രിപ്ഷൻ ഇൻ ദ ബിഗിനിങ്, സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ്. നെക്സ്റ്റ് വൺ റെൻറ്റ്. അങ്ങനെ 4 ഐറ്റത്തിനെ കുറിച്ചാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബുക്സ്, ഫർണിച്ചർ, സബ്സ്ക്രിപ്ഷൻ, റെൻറ്റ്. ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് ചെയ്യാം. On 31st December 2014, the club owned books worth rupees 20,000 and furniture worth rupees 8,500. ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 31st December 2014 ഈ ക്ലബിൻ്റെ കയ്യിൽ 20,000 രൂപയുടെ ബുക്സ് ഉണ്ടായിരുന്നു, 8,500 ഫർണിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 31st December 2014 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കറൻറ്റ് ഇയർ ഏതാണ്? 1st January 2015 to 31st December 2015 എന്നാണ്. അപ്പോൾ അതിലത്തെ ഓപ്പണിംഗ് ഡേറ്റ് 1st January 2015 ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തൊട്ട് മുമ്പത്തെ വർഷം ഏതായിരുന്നുണ്ടായിരിക്കും? 31st December 2014 ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ്ങിൽ ഉണ്ടായിരുന്ന ബാലൻസാണ് ഈ വർഷം ഓപ്പണിങ്ങിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 31st December 2014 ബുക്സും ഫർണിച്ചറും എന്തായിരിക്കും? ഈ വർഷത്തെ ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ ഓപ്പണിംഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ബുക്സ് 20,000, അതുപോലെ തന്നെ ഫർണിച്ചർ 8,500. നെക്സ്റ്റ്, പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ ദോസ് അസറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഇൻക്ലൂഡിംഗ് ദ പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ. പിന്നെ ഇവിടെ ഈ അസറ്റ്സിന്, അതായത് ബുക്സ് ആൻഡ് ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ദ പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ. അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിലെ പർച്ചേസസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളായിരിക്കണം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വർഷത്തെ അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്നിരിക്കുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വർഷത്തെ അക്കൗണ്ടിലായിരിക്കണം ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത്? ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലായിരിക്കണം ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത്. ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ബുക്സ് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ഈ വർഷം മേടിച്ച ബുക്സ് എത്രയാണ്? 2,480. അപ്പോൾ ടോട്ടൽ ബുക്സ് എത്രയാണ്? 22,480. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വർഷം എന്തെങ്കിലും സെയിൽസ് നടന്നുണ്ടോ എന്ന് നോക്കി നോക്കണം. സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളായിരിക്കണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സെയിൽ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇതിൽ നോക്കിയാൽ അറിയാം. റെസിപ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം. കാരണം ബുക്സ് സെയിൽ നടത്തുമ്പോൾ ക്യാഷ് കിട്ടാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സെയിൽസ് നടന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ ബുക്സിൻ്റെ വാല്യൂ എത്രയാണ്? അതായത് ഓപ്പണിംഗ് ബുക്സും കറൻറ്റ് ഇയറിലെ പർച്ചേസും കൂടി എത്രയാണ്? 22,480. അപ്പോൾ എത്രയാണ് ഡിപ്രീസിയേഷൻ വരെ? അതിൻ്റെ 10% എത്രയാണ്? 2,248. അതുപോലെ തന്നെ ഫർണിച്ചർ എത്രയാണ്? ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ഫർണിച്ചർ എത്രയായിരുന്നു? 8,500. ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എങ്ങനെ അറിയാം? റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം. ഇവിടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫർണിച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്ന ഫർണിച്ചർ തന്നെയാണ്. അപ്പോൾ എത്രയാണ് ഡിപ്രീസിയേഷൻ? 8,500 ഇൻറ്റു 10%, 850. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 31st December ബുക്സിൻ്റെയും ഫർണിച്ചറിൻ്റെയും വാല്യൂ അല്ലേ തന്നിരിക്കുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ആണ്. അതായത് കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് തന്നിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നേരിട്ട് ഈ എമൗണ്ട് എഴുതിയത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടുത്തെ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ബുക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാത്തത്. ഇനി ഈ ബുക്സും ഫർണിച്ചറും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കാം. നമുക്കറിയാം ഓപ്പണിങ്ങിൽ ബുക്സ് എത്രയായിരുന്നു, 20,000 ആയിരുന്നു. അതിനുശേഷം ഈ വർഷം പർച്ചേസ് ചെയ്തു എത്രയാണ്, 2,480. പിന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ബുക്സുകളൊന്നും തന്നെ സെയിൽ നടത്തിയിട്ടില്ല എന്ന്. സെയിൽ നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഓപ്പണിങ്ങിലുണ്ടായിരുന്ന 20,000 ബുക്സ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ എത്രയാണ് ടോട്ടൽ ബുക്സ് എത്രയാണ്, 22,480. ഇനി ഡിപ്രീസിയേഷൻ എത്രയാണ്, 2,248, 20,232. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബുക്സിൻ്റെ എമൗണ്ട് കാണിക്കുമ്പോൾ ഓപ്പണിംഗ് ബുക്സ് പ്ലസ് പർച്ചേസസ് അതായിരിക്കണം ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. കാരണം ഓപ്പണിങ്ങിൽ പർച്ചേസ് ഉണ്ടായിരുന്ന ബുക്സ് സെയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ബുക്സ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് ബുക്സും പ്ലസ് പർച്ചേസസും അതും കൂടി എഴുതിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഫർണിച്ചർ ഓപ്പണിങ്ങിൽ എത്രയായിരുന്നു, 8,500 ആയിരുന്നു. അത് വിറ്റതിനെ കുറിച്ച് സെയിൽ നടത്തിയതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ കാണുമായിരുന്നു, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ എഴുതായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം പർച്ചേസസും വന്നിട്ടില്ല. പർച്ചേസ് എവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, പേയ്മെൻറ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഫർണിച്ചർ ഓപ്പണിങ്ങിലുണ്ടായിരുന്ന അതേ ബുക്സ് അതേ ഫർണിച്ചർ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അപ്പോൾ ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതണം, 8,500. അതിൽ നിന്നും ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് എത്രയാണ്, 7,650. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഓപ്പണിംഗ് ഡേറ്റിലുണ്ടായിരുന്ന ഏതെങ്കിലും അസറ്റ്സുകൾ സെയിൽ നടത്താതെ ഇപ്പോഴും ക്ലബിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അതായത് അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇയറിൽ മാത്രമല്ല ഉണ്ടായിരിക്കുക, മുൻ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ലയബിലിറ്റീസും അസറ്റ്സൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ അതിൽ എഴുതിയിരിക്കണം. അതുകൊണ്ടാണ് ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ബുക്സും ഫർണിച്ചറും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ എമൗണ്ടഡ് ടു ₹350. ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഏതാണ്, 1 January 2015. അതായത് അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് അരിയർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേതാണ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 550 വാസ് ഔട്ട്സ്റ്റാൻഡിംഗ്. എൻഡ് എന്ന് പറഞ്ഞാൽ 31 December ആണ്. അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യുക. അതോടൊപ്പം എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. സബ്സ്ക്രിപ്ഷൻ 18,000 ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് 350. അതുപോലെ ക്ലോസിങ്ങിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 550, ടോട്ടൽ 18,200. അപ്പോൾ ഈ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ എവിടെ എഴുതണം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 350, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 550. നെക്സ്റ്റ് വൺ, ദ ക്ലബ് പെയ്ഡ് 3 months rent in advance both in the beginning and at the end of the year. അതായത് ഇവിടെ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എത്ര മാസത്തെ റെൻറ്റാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്, 3 മാസത്തെയാണ്. അത് ബോത്ത് ഇൻ ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗിനിങ്ങിലും അഡ്വാൻസ് വന്നിട്ടുണ്ട്, എൻഡ് ഓഫ് ദ ഇയറിലും അഡ്വാൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, അതായത് എല്ലാ വർഷവും അവർ റെൻറ്റ് കൊടുക്കുക
ഏത് ഡേറ്റുകളിലാണ്? 1st ഏപ്രിൽ ടു 31st മാർച്ച് എന്നുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് റെൻറ്റ് കൊടുക്കാൻ വേണ്ടി അവർ ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1st ഏപ്രിൽ ടു 31st മാർച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർ റെൻറ്റ് കൊടുക്കുന്ന ഇയറുകൾ എക്സാമ്പിൾ എഴുതി നോക്കി നോക്കാം. 1st ഏപ്രിൽ 2014 ടു 31st മാർച്ച് 2015, 1st ഏപ്രിൽ 2015 ടു 31st മാർച്ച് 2016. ഇങ്ങനെയാണ് അവർ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റെൻറ്റ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്ന് മനസ്സിലായി കാണും. ഇനി അതെങ്ങനെയാണ് 3 മാസം അഡ്വാൻസ് ആയിട്ട് ബിഗിനിങ്ങിലും എൻഡിങ്ങിലും വരുന്നത് നോക്കാം. നമ്മുടെ കറൻറ്റ് ഇയർ ഏതാണ്? 1st ജാനുവരി 2015 ടു 31st ഡിസംബർ 2015. അവർ ലാസ്റ്റ് കൊടുത്ത റെൻറ്റ് ഏത് ഡേറ്റിലാണെന്ന് നോക്കി വയ്ക്കുകയും 1st ഏപ്രിൽ 2015 ടു 31st മാർച്ച് 2016. അപ്പോൾ ഈ പീരീഡിൽ എത്ര മാസമാണ് ഈ കറൻറ്റ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 9 months. അപ്പോൾ ഇവിടെ റെൻറ്റ് കൊടുത്തിരിക്കുന്നത് 12 മാസത്തേക്കാണ്. ആ 12 മാസത്തിൽ എത്ര മാസമാണ് കറൻറ്റ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 9 months ആണ്. കാരണം എന്താ? കറൻറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ജാനുവരിയാണ്. അതേസമയം അത് റെൻറ്റ് കൊടുക്കുന്നത് ഏത് ഡേറ്റ് മുതലാണ്? 1st ഏപ്രിൽ തൊട്ടാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞതിന് ശേഷം, അതായത് കറൻറ്റ് ഇയറിലെ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് റെൻറ്റ് കൊടുക്കുന്നത്. ഇനി എൻഡിങ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെ എൻഡിങ് വരുന്നത് 31st മാർച്ച് 2016 ആണ്. അതേസമയം കറൻറ്റ് ഇയറിൻ്റെ എൻഡിങ് വരുന്നതോ 31st ഡിസംബറിലാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 3 മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഇയർ ഒന്ന് ശ്രദ്ധിക്കാം. 1st ഏപ്രിൽ 2014 ടു 31st മാർച്ച് 2015, 1st ഏപ്രിൽ 2015 ടു 31st മാർച്ച് 2016. ഇനി ഇവിടുത്തെ ഇയർ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി വയ്ക്കാൻ ഈ കറൻറ്റ് ഇയറിലെ റെൻറ്റ് കൊടുത്തതിൽ ഏത് മാസം തൊട്ടേ വരുന്നുള്ളൂ? 1st ഏപ്രിൽ തൊട്ടേ വരുന്നുള്ളൂ. അപ്പോൾ 3 മാസത്തെ റെൻറ്റ്, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 3 മാസത്തെ റെൻറ്റ് ഏത് വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും? തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്ന് നോക്കി വയ്ക്കുകയും 1st ഏപ്രിൽ 2014 ടു 31st മാർച്ച് 2015. അപ്പോൾ ഈ 31st മാർച്ച് 2015 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ നോക്കി വയ്ക്കുകയും ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 3 മാസത്തെയും റെൻറ്റ് ഏത് വർഷം വരുന്നതാണ്? ഈ വർഷത്തെ കറൻറ്റ് ഇയറിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ഒന്നും കൂടിയും ഈ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ എല്ലാ വർഷം റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ്ങിലുണ്ടായിരിക്കും, ഓപ്പണിങ്ങിലുണ്ടായിരിക്കും. ഓപ്പണിങ്ങിൽ പ്രീപെയ്ഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലോസിങ്ങിൽ പ്രീപെയ്ഡ് ലെസ് ചെയ്യണം. അപ്പോൾ നോക്കി നോക്കാം. റെൻറ്റ് 1680, ആഡ് ഓപ്പണിംഗ് റെൻറ്റ്. ഇനി അത് ആ 3 മാസത്തെ റെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1680 ഇൻറ്റു 312. അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രീപെയ്ഡ് ലെസ് ചെയ്യുക. അപ്പോൾ ഓപ്പണിങ്ങിലെല്ലാം 3 മാസത്തെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിലെ എമൗണ്ടും ക്ലോസിങ്ങിലെ എമൗണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. ലെസ് പ്രീപെയ്ഡ് റെൻറ്റ് 420, ടോട്ടൽ 1680. നെറ്റ് ഇഫക്റ്റ് എന്താണ്? 12 monthsൽ റെൻറ്റ് തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നത്, പക്ഷേ ആ ഇയർ വ്യത്യാസം വരുന്നുണ്ട്. ഓപ്പണിംഗ് പ്രീപെയ്ഡ് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം പ്രീപെയ്ഡ് റെൻറ്റ് 420. ക്ലോസിംഗ് പ്രീപെയ്ഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം പ്രീപെയ്ഡ് റെൻറ്റ് 420. അപ്പോൾ ഇവിടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസൊക്കെ കഴിഞ്ഞു. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് കിടക്കാം. റെസിപ്റ്റ് സൈഡ് എടുക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ ഏതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് 3190. ബാക്കിയുള്ള റവന്യൂ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻട്രൻസ് ഫീസ്, അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് എടുക്കാം. സബ്സ്ക്രിപ്ഷൻ്റെ കഴിഞ്ഞതാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്,
അത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഏത് ബാലൻസ് ഷീറ്റിലാണ്? ഇത് കറൻറ്റ് ഇയറിലെ ആയതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഡൊണേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, റവന്യൂ റെസിപ്റ്റ്സ്. പ്രൊസീഡ് ഓഫ് ടൂർണമെൻറ്റ്, അതായത് ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് കളക്ഷനാണ്, റെസിപ്റ്റ്സ് ആണ്. അത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ ഇവിടെ എഴുതേണ്ട റവന്യൂ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണ്? എൻട്രൻസ് ഫീസ്, ഡൊണേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, പ്രൊസീഡ് ഓഫ് ടൂർണമെൻറ്റ്. അപ്പോൾ നമുക്കത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എൻട്രൻസ് ഫീസ് 550, ഡൊണേഷൻ 1650, പ്രൊസീഡ്സ് ഓഫ് ടൂർണമെൻറ്റ് 2320. ഇനി അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അത് ഇപ്പം ഞാൻ എഴുതുന്നില്ല, ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. റവന്യൂ പേയ്മെൻറ്റ്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. വേജസ്, റെൻറ്റ് എഴുതി കഴിഞ്ഞതാണ്. ലൈറ്റിംഗ് ചാർജസ്, റവന്യൂ പേയ്മെൻറ്റ്സ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, റവന്യൂ പേയ്മെൻറ്റ്സ്. ബുക്സിൻ്റെ കഴിഞ്ഞതാണ്. ഓഫീസ് എക്സ്പെൻസസ്, റവന്യൂ പേയ്മെൻറ്റ്സ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, അത് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ റവന്യൂ പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വേജസ്, ലൈറ്റിംഗ് ചാർജസ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്. അപ്പോൾ ഇവിടെ വേജസ് 2450, ലൈറ്റിംഗ് 720, ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 2020, ഓഫീസ് എക്സ്പെൻസസ് 4500. ഇനി ഇതിൽ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? 8% ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇത് രണ്ടും എവിടെയാണ് എഴുതേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് 12,000, ക്യാഷ് ഇൻ ഹാൻഡ് 2600. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇപ്പോൾ ഞാൻ എഴുതുന്നില്ല, ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് സൈഡിൽ 8% ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടോ ജൂലൈ 2015 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ജൂലൈ 2015 ഇവിടെ ഡെപ്പോസിറ്റ്സ് നടത്തിയിരിക്കുന്നത്. എത്രയാണ് ഡെപ്പോസിറ്റ്സിൻ്റെ എമൗണ്ട്? 12,000. അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 8% ആണ്. അപ്പോൾ ജൂലൈ 2015 ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് എത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് ഇവിടെ കിട്ടുക? അല്ലെങ്കിൽ എന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും? ജൂലൈ മുതലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ആ വർഷം നമുക്ക് എത്ര മാസത്തെ ഇൻട്രസ്റ്റാണ് കിട്ടുക? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതായത് 6 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ 6 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് 12,000 ഇൻറ്റു 8% ഇൻറ്റു 6/12, 480. ഇതിൽ എത്ര രൂപയുടെ ഇൻട്രസ്റ്റാണ് റിസീവ് ചെയ്ത് കഴിഞ്ഞത്? അത് നമുക്ക് റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് 240, അതായത് 480 ആണ് ഇൻട്രസ്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതിൽ റിസീവ് ചെയ്തത് 240. ബാക്കി എത്രയും കൂടി ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുണ്ട്? 240. മനസ്സിലായല്ലോ? അതായത് 6 മാസത്തേക്കാണ് ഇൻട്രസ്റ്റാണ് കറൻറ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം ജൂലൈയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 480. അതിൽ എത്ര എമൗണ്ടാണ് റിസീവ് ചെയ്ത് കഴിഞ്ഞത്? 240. ബാക്കി എത്ര കിട്ടാനുണ്ട്? കിട്ടാനുണ്ടെന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ്. അതെത്രയാണ്? 240. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. നോക്കി നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എത്രയാണ് റിസീവ് ചെയ്തിരുന്നത്? 240. ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന എമൗണ്ട് എത്രയാണ്? 240. ടോട്ടൽ എത്രയാണ്? 480. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഏത് ബാലൻസ് ഷീറ്റിലാണ്? കറൻറ്റ് ഇയറിലല്ലേ? അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് 240. അപ്പോൾ ഇവിടുത്തെ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അസറ്റ്സ് ഓപ്പണിംഗ് ഡേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് അസറ്റ്സ് പ്ലസ് പർച്ചേസസ്
ഡ്യൂറിങ് ദ ഇയർ, അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെൻറ്റ്, പ്രീപെയ്ഡ് റെൻറ്റ്, 3 മാസത്തെ റെൻറ്റ് എങ്ങനെയാണ് ബിഗിനിങ്ങിലും ക്ലോസിങ്ങിലും വന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കണം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയാത്ത ഒരു ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ 3 ഐറ്റത്തിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് നന്നായി നിങ്ങൾ പഠിക്കുക. ഇനി വരുന്ന പ്രോബ്ലത്തിൽ ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ പ്രൊസീഡ്സ് ഓർ ടൂർണമെൻറ്റ് എഴുതി ഇൻകം സൈഡിൽ 2320. അതേസമയം ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 2020 എഴുതി. ഇത് വേണമെങ്കിൽ ഇതേപോലെ പേയ്മെൻറ്റ് സൈഡിലും റെസീപ്റ്റ് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ഈ റെസീപ്റ്റ്സിൽ നിന്നും എക്സ്പെൻസസ് മൈനസ് ചെയ്ത് എഴുതാം. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ വരുന്നത്? പ്രൊസീഡ്സ് അല്ലേ കൂടുതൽ വരുന്നത്. എത്രയാണ് കൂടുതൽ വരുന്നത്? 300. അപ്പോൾ എങ്ങനെ എഴുതാം? പ്രൊസീഡ്സ് ഓഫ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞ് എത്ര എഴുതാം? 300 എഴുതാം. അങ്ങനെ എഴുതാണെങ്കിൽ പിന്നെ ഈ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ട കാര്യമില്ല. എങ്ങനെ എഴുതിയാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ സർപ്ലസ് 8732. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാം. നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എല്ലാം എഴുതി. എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് വരുന്നത്? 32,460. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 32,460, ആഡ് സർപ്ലസ്, ആഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അങ്ങനെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്? 43,692. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 43,692.